ഞാൻ നടന്ന വഴികളിൽ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ പുസ്തകത്തിലെ 4-ാമത്തെ കഥയായ സാരി മടക്കുകൾക്കിടയിലുള്ള പണം. ഇതിൻ്റെ ആദ്യത്തെ 1-2 വരികൾ ഞാൻ വായിക്കട്ടെ. 2007 ജൂൺ 21 അന്നായിരുന്നു ആ ദുരന്തം സംഭവിച്ചത്. എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ദിവസം. ഫോണിൻ്റെ ചെറിയ ശബ്ദത്തിലുള്ള മണിയടിയും വൈബ്രേഷനും കൂടിയാണ് ഞാൻ ജോലി നിർത്തി ഫോണിലേക്ക് ശ്രദ്ധിച്ചത്. ആ ഫോൺ കോണിൽ എന്തായിരുന്നു എന്നറിയുമോ? അതാണ് ഈ കഥയുടെ ഇതിവൃത്തം. നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, നമുക്കെല്ലാം പ്രിയപ്പെട്ടത് അമ്മയായിരിക്കും. അമ്മ എന്നെ വിട്ടു പിരിഞ്ഞു പോയ ഒരു സംഭവത്തിൻ്റെ കഥയാണ് ഞാൻ സാരി മടിക്കുകൾക്കിടയിലുള്ള പണം എന്ന കഥയിൽ പറയുന്നത്. ഈ കഥ അവസാനിക്കുന്ന ചില വരികൾ ഞാൻ പറയട്ടെ. "150 വർഷം പഴക്കമുള്ള ആ വീട്ടിലേക്ക് ഞാൻ അമ്മയുടെ സാന്നിധ്യമില്ലാതെ നടന്നു. വഴികാട്ടിയായി അമ്മ മുന്നേ നടക്കുന്നത് പോലെ എനിക്ക് തോന്നി. പതിവ് പോലെ പാമ്പിൻകാവിലേക്ക് നോക്കി തൊഴുതു. പടിപ്പുരയുടെ പഴയ വാതിൽ ഞാൻ മെല്ലെ തള്ളിത്തുറന്നു. വാതിൽ ഒരു ചെറിയ ശബ്ദത്തോടെ എന്നെ സ്വാഗതം ചെയ്തു. തറവാട്ടിലെ പടവുകൾ ഇറങ്ങി നടക്കുമ്പോൾ എൻ്റെ കാലുകൾ വിറച്ചു. ഉമ്മറത്തെത്തി. പടികളിൽ കാൽപ്പെരുമാറ്റം കേട്ട് ചെറിയമ്മ ഉമ്മറത്തേക്കെത്തി. അച്ഛൻ്റെ മരണശേഷം കുറേ വർഷമായി അമ്മയും ചെറിയമ്മയുമാണ് തറവാട്ടിൽ താമസിച്ചിരുന്നത്.